സ്നേഹമുള്ള ആം ആദ്മി പ്രവർത്തകരെ, കേരള വനിതാ വിംഗ് പ്രസിഡന്റ് ഡോക്ടർ സബീന ഇബ്രാഹിം, ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് തോട്ടത്തിൽ, കുറവലങ്ങാട് മണ്ഡലം പ്രസിഡന്റ് രാജീവ് ഓരത്തേൽ, കുറവലങ്ങാട് മണ്ഡലത്തിലെയും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെയും അതുപോലെ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഓരോ ആം ആദ്മി വോളണ്ടിയേഴ്സിനെയും ഹാർദവമായി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിൽ ജനാധിപത്യവും ഭരണഘടനാ സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നിയ ഒരു ആശയം, ഇന്ത്യയിൽ ഇന്ന് അഴിമതിക്കാരെ വിശുദ്ധരാക്കുകയും സത്യസന്ധരെ അഴിമതിക്കാരാക്കുകയും ചെയ്തൊരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി BJP-യിലേക്ക് ചേരുന്ന ഏത് അഴിമതിക്കാരനെയും സംശുദ്ധനായി തീർക്കും, വിശുദ്ധനാക്കി തീർക്കും. അതേസമയം സത്യസന്ധമായി നാട് ഭരിക്കുന്ന ആം ആദ്മി പ്രവർത്തകരെ അല്ലെങ്കിൽ ആം ആദ്മി ലീഡേഴ്സിനെ അഴിമതിയിൽ മുക്കിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇത് സാധ്യമായത് PMLA പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന ആക്ട് പാസ്സാക്കിയതോടുകൂടിയാണ്. ഈ ആക്ട് പാസ്സാക്കാനുള്ള സാഹചര്യം 1998 യുണൈറ്റഡ് നേഷൻസ് അന്ന് ഭീകര പ്രവർത്തനങ്ങൾ കൂടി വരുന്ന സമയമായിരുന്നു. കള്ളപ്പണവും കുഴൽപ്പണവും ഒക്കെ ഉപയോഗിച്ച് ഭീകര പ്രവർത്തനങ്ങൾ ധാരാളം നടന്നിരുന്നു. അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഓരോ മെമ്പർ രാജ്യങ്ങളും ഒരു നിയമം പാസ്സാക്കണം എന്ന UN ഒരു പ്രഖ്യാപനം എടുത്തു. അതിന്റെ വെളിച്ചത്തിൽ 2002 ഇന്ത്യ ഗവൺമെന്റും PMLA ആക്ട് ഇവിടെ പാസ്സാക്കി. പക്ഷെ അത് ഇത്രയധികം ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയിലാണ്. ഈ PMLA ആക്ടിന്റെ ഒരു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ ഒരു പ്രത്യേകത, അതിന്റെ പവർ കൊടുത്തിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED-ക്കാണ്. ED ഒരാളുടെ പേരിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത ED-ക്കല്ല, ആ പ്രതിക്കാണ്. അപ്പം പ്രതി തെളിയിക്കുന്നിടം വരെ അല്ലെങ്കിൽ ED ഇയാൾ നിരപരാധിയാണെന്ന് സമ്മതിക്കുന്നത് വരെ ഈ പ്രതി ജയിലിൽ കിടക്കണം. കോടതിക്കും അദ്ദേഹത്തെ റിലീസ് ചെയ്യാനുള്ള അവകാശമില്ല. ഈ കേസ് വളരെ നീണ്ടുപോയാൽ മാത്രം ചില പ്രത്യേക സാഹചര്യത്തിൽ കോടതി ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ഖന്ന ചെയ്തതാണ്. 6 മാസമായിട്ട് ജയിലിൽ കിടന്ന സജയ് സിംഗിന് പേരിൽ 1 പൈസയുടെ അല്ലെ 1 രൂപയുടെ അഴിമതിയും തെളിയിക്കാൻ ED-ക്ക് കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു അഴിമതിയും തെളിയിക്കാൻ സാധിക്കുന്നില്ല, ഇയാളെ എത്ര നാള് ജയിലിലിടണം, ജാമ്യം കൊടുത്താൽ എന്താണ് തെറ്റെന്ന് ജസ്റ്റിസ് ഖന്ന ചോദിച്ചപ്പോൾ ഒരു ടൈറ്റ്ഫുൾ നീക്കത്തിലൂടെ ED-യുടെ വക്കീൽ ഞങ്ങൾ ജാമ്യത്തെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ വക്കീലിന്റെ പേടി ഇതായിരുന്നു, ഇത് PMLA ആക്ടില് ഇത് വരുന്നില്ല എന്ന് ജഡ്ജി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെയും പുറത്തു വരേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി, അതായത് സജയ് സിംഗിനെയും കേജ്രിവാളിനെയും ജയിനെയും എല്ലാം പുറത്തു വരേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി അവര് ഇതിനെ എതിർക്കുന്നില്ല, ബെയിലിനെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന്റെ വെളിച്ചത്തിലാണ് സജയ് സിംഗിന് കിട്ടിയത്. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഇന്ത്യയില് ഒരു 90-99% ആൾക്കാർക്കും സംശയമുണ്ട് ആം ആദ്മി നേതാക്കൾക്ക് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് പോലും ജാമ്യം കിട്ടുന്നില്ല. ഇത് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത് ജനങ്ങളെ പറഞ്ഞ് ബോധവൽക്കരിക്കാൻ സാധിക്കണം. ആ ഉദ്യമനത്തിൽ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിന്റെയും കുറവലങ്ങാട് പഞ്ചായത്തിന്റെയും ഒരു നാഴികക്കല്ലായിരിക്കും ഈ ഓഫീസ് ഉദ്ഘാടനം. ഈ ഓഫീസില് മണ്ഡലത്തിന് മാത്രമല്ല ജില്ലയ്ക്കും നിയോജക മണ്ഡലത്തിനൊക്കെ പ്രത്യേക സൗകര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെയും കോട്ടയം ജില്ലയിലെയും ആം ആദ്മി പ്രവർത്തനത്തിന്റെ ഒരു പ്രധാന സ്ഥാനമായി കുറവലങ്ങാട് മാറുകയാണ്. അപ്പൊ ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഏവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഡോക്ടർ സബീന ഇബ്രാഹിത്തിനെ സ്ഥിരീകരിച്ച് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ക്ഷണിക്കും.